ഡോക്ടർ പേഷ്യൻ്റ് അപ്രോച്ച്, ഒരു കൺസൾട്ടേറ്റീവ് അപ്രോച്ചിലൂടെ സെയിൽസിനെ കാണുക എന്നുള്ളതാണ്. എനിക്ക് ഇന്ന് വരെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഡോക്ടറും എൻ്റെ അടുത്ത് മോനെ പാനഡോളിന് ഇപ്പോൾ ഓഫറുണ്ട്, പാരസ്റ്റമോളിനും ഓഫറുണ്ട്, ഒന്ന് മേടിക്കോ എന്ന് ചോദിച്ചിട്ടില്ല. കഫ് സിറപ്പ് ഇത് നല്ലതാണ്, കഫ് സിറപ്പ് ഇത് നല്ലതാണ്, ഇതൊന്ന് മേടിക്കോ എന്ന് ചോദിച്ച ആ നിമിഷം നമ്മൾ പറയാനുള്ള വ്യാജനാണെന്ന്. അതെ അതെ അതെ, കറക്റ്റ് അല്ലേ? ഇനി ഡോക്ടർ നമ്മളെ തപ്പി വീട്ടിൽ വന്ന് രോഗം അന്വേഷിച്ചാലോ? പനിയുണ്ടോ ചുമയുണ്ടോ പലപ്പോഴും നടക്കുന്ന സെയിൽസ് അപ്രോച്ച് പനിയുണ്ടോ ചുമയുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നത് പോലെ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കണം. ആ മോഡലൊക്കെ കാലഹരണപ്പെട്ടുപോയി. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. റിയാസ് ബായായിട്ടുള്ള എപ്പിസോഡുകളാണ് വരുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് വളരെ വളരെ ഡാറ്റ നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. സെയിൽസ് ഒന്ന് എഫക്റ്റീവ് ആക്കണം. എഫക്റ്റീവ് ആക്കാനായി ഇപ്പം എല്ലാ ആളുകളുടെയും ഒരു ബേസിക് വിഷയം സെയിൽസ് ആണ്. ഞാനും നിങ്ങളും പോലുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന സെയിൽസ് ആണ്. അതിനെ എഫക്റ്റീവ് ആക്കാനായിട്ട് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടോ എന്നുള്ളതാണ്. ഇബാദ് ഭായ്, ഒരുപാട് സ്ട്രാറ്റജി ഉണ്ട് കേട്ടോ. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൽ ഒരുപാട് സെയിൽസ് എഫക്റ്റീവ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഞാനെപ്പോഴും അഡ്വൈസ് ചെയ്യാറുള്ളത് ഒരു ഡോക്ടർ പേഷ്യൻ്റ് അപ്രോച്ച്, ഒരു കൺസൾട്ടേറ്റീവ് അപ്രോച്ചിലൂടെ സെയിൽസിനെ കാണുക എന്നുള്ളതാണ്. ഡോക്ടർ പേഷ്യൻ്റ് അപ്രോച്ച്. അതായത് ഡോക്ടർ പേഷ്യൻ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ തന്നെ ആ അപ്രോച്ച് വളരെ സിമ്പിളാണ്. അതായത് നിങ്ങളൊരു ഡോക്ടർ ആകുകയും നിങ്ങളുടെ കസ്റ്റമർ ഒരു പേഷ്യൻ്റ് ആകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അവിടെ ഡോക്ടറിനൊരു എഡ്ജ് എപ്പോഴും ഉണ്ടാവും. ഡോക്ടർ ഒരു അതോറിറ്റിയാണ്, അല്ലേ? അപ്പോൾ ആ ഡോക്ടറിൻ്റെ ആ അതോറിറ്റേറ്റീവ് പൊസിഷനിലൂടെ പേഷ്യൻറ്റിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എസ്റ്റിമേഷനിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ് ഡോക്ടർ പേഷ്യൻ്റ് അപ്രോച്ച് പ്രോസസ്സ്. അതിന് ആദ്യം വേണ്ട അതോറിറ്റിയാണ്. ഞാനൊരു അതോറിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ ഞാൻ വിശ്വസിച്ച് എൻ്റെ പേഷ്യൻറ്റിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അയാളുമായി ചോദ്യങ്ങൾ ചോദിച്ച് പ്രോബ് ചെയ്യുക എന്ന് പറയും. നമ്മൾ പ്രോബ് ചെയ്ത് ആ പ്രോബ്ലത്തിലേക്ക് നമ്മൾ എത്തുകയും ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഡോക്ടർ പേഷ്യൻ്റ് അപ്രോച്ച്. അപ്പോൾ ഇതിനകത്ത് പലപ്പോഴും ഒരു ചലഞ്ച് ഉണ്ടാവുന്നത്, ഈ അപ്രോച്ച് എടുക്കണമെങ്കിൽ കുറച്ച് അതോറിറ്റി, നമ്മൾക്കൊരു കോൺഫിഡൻസ് ലെവൽ നമ്മൾ ഹൈ ആയിരിക്കണം എപ്പോഴും. നമ്മളുടെ ഒരു നോഹവും സ്കിൽസും ഒക്കെ നമ്മൾ ഇംപ്രൂവ് ചെയ്തിട്ട് മാത്രമേ ഈ സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുള്ളൂ. പലപ്പോഴും ഞാൻ പറയുന്നത് ഒരു സാധാരണ സെയിൽസ്മാൻ ഈ അപ്രോച്ച് എടുക്കാറില്ല. കാരണം അവനെപ്പോഴും എങ്ങനെയെങ്കിലും ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്നൊരു സെയിൽസ് ക്ലോസ് ചെയ്യാനായിട്ട് ഡെസ്പറേറ്റ് ആയിട്ട് അങ്ങനെ താഴ്മയോട് വിനയാനുധനായി എളിമയുടെ മൂർത്തിമത് ഭാവമായി ഇങ്ങനെ ലോവർ എൻഡിൽ നിന്ന് കഴിഞ്ഞാൽ ഈ അപ്രോച്ച് എടുക്കാൻ പറ്റില്ല. അപ്പൊ ചോദിക്കും, എളിമ വേണ്ടേ, പ്ലീസ് ചെയ്യണ്ടേ, പോസിറ്റീവായിരിക്കണ്ടേ, കസ്റ്റമറിന്റെ മുന്നിൽ കസ്റ്റമർ ഈസ് ഓൾവേസ് കിങ്. കേട്ടിട്ടില്ലേ? കസ്റ്റമർ ഈസ് ദ കിങ്. ഞാൻ പറയും കസ്റ്റമർ ഈസ് ദ കിങ് ആൻഡ് യു ആർ ദി കിങ് മേക്കർ. കസ്റ്റമറിനെ കിങ് ആക്കിയ നിങ്ങളല്ലേ, അപ്പൊ നിങ്ങൾ കിങ് മേക്കറാണ്. സോ യു ഹാവ് ടു ഹാവ് ദാറ്റ് ദ കറേജ്, ദ ബോൾഡ്നെസ്, ദി പവർ. അങ്ങനെ ഒരു എഡിഫൈങ് പൊസിഷനിൽ നിന്നുകൊണ്ട് വേണം കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യാൻ. ഒരു ഡോക്ടറും, എനിക്ക് ഇന്ന് വരെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഡോക്ടറും എൻ്റെ അടുത്ത് മോനെ പാനഡോളിന് ഇപ്പോൾ ഓഫറുണ്ട്, പാരസ്റ്റമോളിനും ഓഫറുണ്ട്, ഒന്ന് മേടിക്കോ എന്ന് ചോദിച്ചിട്ടില്ല. കഫ് സിറപ്പ് ഇത് നല്ലതാണ്, കഫ് സിറപ്പ് ഇത് നല്ലതാണ്, ഇതൊന്ന് മേടിക്കോ എന്ന് ചോദിച്ച ആ നിമിഷം നമ്മൾ പറയാനുള്ള വ്യാജനാണെന്ന്. അല്ലേ? ഇനി ഡോക്ടർ നമ്മളെ തപ്പി വീട്ടിൽ വന്ന് രോഗം അന്വേഷിച്ചാലോ? പനിയുണ്ടോ ചുമയുണ്ടോ പലപ്പോഴും നടക്കുന്ന സെയിൽസ് അപ്രോച്ച് പനിയുണ്ടോ ചുമയുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നത് പോലെ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കണം. ആ മോഡലൊക്കെ കാലഹരണപ്പെട്ടുപോയി. നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് പോകുന്നെങ്കിൽ പോലും ഒരു സ്പെസിഫിക് പൊസിഷനിലും പോസ്റ്ററിലും ആയിരിക്കണം ഒരു അപ്പോയിൻമെൻറ്റിൽ
നമ്മൾ പോകാൻ തന്നെ പലപ്പോഴും നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് പോകേണ്ടി വരും. അപ്പോൾ ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോകില്ലല്ലോ, അപ്പോൾ നമ്മൾ ഇനി ക്ലയൻറ്റിൻ്റെ അടുത്ത് പോകണ്ട, ക്ലയൻറ്റ് നമ്മളടുത്ത് വരട്ടെ എന്ന് പല ഇൻഡസ്ട്രിയിലും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ കസ്റ്റമർ വിസിറ്റ് ചെയ്യേണ്ടി വരും. ചെയ്യുമ്പോൾ പോലും ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ, ഒരു നമ്മൾ പറയില്ലേ സാധാരണ ജനറൽ മെഡിസിനും ഉണ്ട്, ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടർ ഉണ്ടല്ലോ, ആള് സ്പെഷ്യൽ ആയിരിക്കും, ആള് എക്സ്പേർട്ട് ആയിരിക്കും. ആ എക്സ്പേർട്ടിന്റെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് ചിലപ്പോ ഡോക്ടർ നമ്മളെ കാണാനൊക്കെ വരും. അപ്പൊ അതേപോലെ അല്ലെ, അത്തരം ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടറെ പോലെ, ഡൊമൈൻ എക്സ്പേർട്ടിനെ പോലെ നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് പോകണം, ക്ലയൻറ്റിനെ കേൾക്കാനൊക്കെ പറ്റണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്താൽ ഐ എം ടെല്ലിങ് യു 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാം ഡെഫിനറ്റ്ലി. 2, നമുക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. യു ആർ നോട്ട് ആക്ച്വലി ഗോയിങ് ഔട്ട് ടു സീക്ക് ഹെൽപ്പ്. കസ്റ്റമറിൻ്റെ ഒരു സഹായം തേടാനൊന്നും അല്ല പോകുന്നത്, കസ്റ്റമറിനെ സഹായിക്കാൻ. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ഞാനൊരു ഡോക്ടർ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഡോക്ടറിന്റെ പോസ്റ്ററിലായിരിക്കുക എന്നുള്ളതാണ്. പോസ്റ്റർ 1. നമ്പർ 2, ക്വസ്റ്റ്യൻ ചോദിക്കാൻ പ്രിപ്പയർ ആയിരിക്കുക. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യരുത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതെ. പിന്നെ അങ്ങനെ പോസ്റ്റർ എടുത്ത ഒരു ഡോക്ടറിനെ ഞാൻ ഇനിയൊന്ന് ലൈഫായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ഉമ്മാക്കൊക്കെ എൻ്റെ ഉപ്പാക്കൊക്കെ ഒരു ഡോക്ടറുണ്ട്. ഒരു ഡോക്ടർ, ആ ഡോക്ടറിൻ്റെ പേര്, ആ ഡോക്ടറിൻ്റെ മുഖം, ആ ഡോക്ടറിൻ്റെ അനുഭവം, അത് കിട്ടിയാൽ 50% അസുഖം മാറും. ഇനി ആ ഡോക്ടറിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ ആശ്വാസം വരും. കാണാം, അപ്പോയിൻമെന്റ് എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആശ്വാസം ഉണ്ടാവും. അയാളെ കണ്ട അസുഖം മാറും. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ സ്ഥിരം പോയി കാണുന്ന ആ ഡോക്ടറെ കണ്ടാൽ മരുന്ന് കഴിക്കണ്ട, അസുഖം മാറും. ഒന്ന് കണ്ടാൽ മതി. അപ്പൊ അത്രയും വിശ്വാസമുള്ള ഒരു ഡോക്ടറെ പോലെ ആയിരിക്കണം എഫക്റ്റീവായിട്ട് ക്ലോസ് ചെയ്യുന്ന ഒരു സെയിൽസ്മാൻ. ഞാനത് വേറൊരു ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെടാത്തൊരു കാര്യം എൻ്റെ ഒരു ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. അതായത് നമ്മളിപ്പോൾ ഹെൽത്ത് ഇന്നൊവേഷൻ എന്ന് പറഞ്ഞ സീരീസിൻ്റെ ഭാഗമായി ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഈ നേഴ്സുമാരുണ്ടല്ലോ, നേഴ്സുമാരെ മാലാഖമാരെന്നാണ് വിളിക്കേണ്ടത്. രേസ്ബി നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഹെഡ് നേഴ്സായിട്ടുള്ള ഒരു സ്ത്രീ നമ്മുടെ ഒരു കുടുംബത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഞാനതിനെ റീഡ് ചെയ്ത് ഇങ്ങനെയാണ്, കുടുംബത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു നോക്കിയോ, ഇടപെടും. ഇവരുടെ സാന്നിധ്യം ആ പ്രശ്നത്തിന് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി അതുപോട്ടെ, ഒരു കല്യാണം വന്നെന്ന് വിചാരിക്കുക, ഇവരവിടുത്തെ ഒരു ക്യാപ്റ്റനായിരിക്കും അല്ലേ. ഇനി പോട്ടെ, ഒരു മരണം വന്നു, ഫാമിലി മൊത്തം ഒരു ഇമോഷണൽ ആയ സിറ്റുവേഷനിൽ നോക്കി ഇവർ സമാധാനിപ്പിക്കാനായിട്ട് വരും അല്ലേ. ഒരു സംശയമല്ല, പോട്ടെ ഇതൊക്കെ നമ്മുടെ വിധിയാണ്, നമ്മളിതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആശ്വസിപ്പിക്കാനായിട്ടൊരു നേഴ്സണം. കാര്യം എന്താ റിയാസ് ഭായ്, ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഡോക്ടർ ഇൻഡിപെൻഡൻ്റായിട്ട്, ഡോക്ടർ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി സർജറി നടക്കുകയുള്ളൂ തീർച്ചയായിട്ടും, പക്ഷേ ഡോക്ടർ മാത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറി നടക്കില്ല. കാര്യം ഈ നേഴ്സായിരിക്കും അവിടെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഞാൻ കാണുന്നേ ഇവർ രണ്ടും കാണുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതവും കാണുന്നുണ്ട്, ഒരു വ്യക്തിയുടെ മരണവും കാണുന്നുണ്ട്. ഇതിനിടയിലുള്ളതാണല്ലോ ലൈഫ് എന്ന് പറയുന്ന സാധനം അല്ലേ. അപ്പോൾ അവർ ബോൾഡായിരിക്കും, അവർ ഭയങ്കര ക്ഷമയുള്ളവരായിരിക്കും. ഞാൻ ആക്ച്വലി ഈ ഹാസ്റ്റലിൽ പോകുമ്പോഴൊക്കെ ഇതുങ്ങളെയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബഹുമാനം തോന്നണം. വെറും മാലാഖമാരല്ല, കാവൽ മാലാഖമാരാണ് അവർ അല്ലേ. സത്യമാണ് അല്ലേ. എനിക്ക് തോന്നുന്നു അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൂടെയാണ്. തീർച്ചയായിട്ടും. കാരണം അവർ അക്കാഡമിക്കലി പഠിക്കുന്നത് തന്നെ സെർവ് ചെയ്യാനാണ്. സെർവ് ചെയ്യാൻ. ഇനി പ്രൊഫഷണലി അവർ ചെയ്യുന്നതും സെർവിങ് ആണ്. എനിക്ക് തോന്നുന്നു ഈ സെർവിറ്റ്യൂഡിൻ്റെ എല്ലാ മേഖലയിലും അവർ കൈകടത്തി രോഗിയെ ജനനം മുതൽ മരണം വരെ അതൊരു പ്രൊഫഷൻ ആയതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇബാദ് ഭായ് പറഞ്ഞില്ലേ, അവരൊരു മരണ വീട്ടിൽ വന്നാൽ അവരവിടെ കാവൽ മാലാഖയാണ്. അല്ല ഞാൻ മനസ്സിലായി പലപ്പോഴും അത് ആക്ച്വലി ഇപ്പം എൻ്റെ കുടുംബത്തിൽ അങ്ങനത്തെ ഒരു ഹെഡ് നേഴ്സായിട്ടൊരു ആളില്ല. പക്ഷെ ഹെഡ് നേഴ്സായിട്ടുള്ള ഒരാൾ ആ കുടുംബത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് പ്രോബ്ലം വന്നാൽ നമുക്ക് ആൻറ്റിയോട് ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ അമ്മയോട് നമുക്ക് ചോദിക്കാം കേട്ടോ എന്നുള്ളൊരു ഒരു കോൾ അവരെടുത്തിരിക്കും. അവർ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഡിസിഷൻ എടുത്ത് ലീഡ് ചെയ്ത ആൾക്കാരാണ്. അതാണ് സിമ്പിൾ അല്ല, അത്
അല്ലെ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ തോന്നുന്നത് സർജറി സമയത്ത് ഡോക്ടർ പറയുള്ളൂ ഇന്ന യൂണിറ്റ് എടുക്ക്, ഇന്ന ഇൻസ്ട്രുമെന്റ് ഡോക്ടർ ഇങ്ങനെ കാണിക്കുള്ളൂ. ഇവരാണത് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അത് ചില പെമ്പിള്ളേരൊക്കെ ഉള്ള എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യണത്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് നഴ്സുമാരെയും അതിന്റെ കൂടെ നമ്മൾ പ്രതിപാദിച്ചു. അപ്പൊ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തേക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊരു സെയിൽസിനൊരു സ്ട്രാറ്റജി എന്ന രൂപത്തിലൊരു ഡോക്ടർ പേഷ്യന്റ് അപ്രോച്ച് വരിക എന്നുള്ളത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അടുത്ത് വീണ്ടും കാണാം. താങ്ക് യു.